ബീച്ചിൽ പോയി ഒറ്റ ട്രിപ്പ്. ഈ അസുഖത്തിന്റെ പേരെന്താ? കാരണോന്ന് പറഞ്ഞേ. ഈ അസുഖത്തിന്റെ പേരെന്താന്ന് പറ. ഇതാണ് ഇതായിട്ട് കണ്ടുപിടിച്ച നമ്മള് എന്താ പറയുക ചെറുതായി രാവിലെ ഇറങ്ങിയതാണ് ഈ എല്ലാവരും ഇവിടുന്ന് ആലപ്പുഴയൊക്കെ ഒറ്റമൈന കാഴ്ച ഒറ്റമൈന ഫ്രണ്ടിലുണ്ട് ഒന്ന് ബാക്കിലുണ്ട്. ആ കാഴ്ച വെച്ചാൽ വണ്ടിയിൽ എണ്ണ ഇല്ല. വണ്ടി ഓൾറെഡി ആക്സിഡന്റ് കൊടുത്താൽ ഓഫായി പോകും. അതുകൊണ്ട് അവർ ഫ്രണ്ട് വേണം. പക്ഷെ നമ്മൾ മറ്റേത് നമ്മൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയത്താണ് വണ്ടി വരുന്നത് കാഴ്ച. അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ സിറിഞ്ച് വരക്കാൻ പോവാണ്. സിറിഞ്ച് വരക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് ഇവനൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ സിറിഞ്ച് വരക്കിയിട്ട് പ്രോപ്പറായി ഡിസ്പോസിബിൾ ചെയ്യും. ഗൈസ് നമ്മൾ സാലിയുണ്ട്. സാലി 2 വർഷം എല്ലാം ചോദിക്കും സാലിയോടെ ഞാൻ ആ സാലി കാണിച്ചാൽ പോകുന്നത്. സാലി നമ്മളെ സാലി എല്ലാം ചോദിക്കും സാലിയോടെ ആ സിറിഞ്ച് വരക്കാണ്. അതിന് വന്ന ഗൈസ് ഇപ്പം നമ്മളുള്ളത് എവിടെ വെച്ചാല് സാലി പറ. നമ്മളപ്പോ ഉള്ളത് ആലപ്പുഴ ബീച്ച്. സിറിഞ്ച് വെറുക്കാൻ വേണ്ടി വന്നതാ. വീട്ടിൽ പ്രശ്നേഷ് ഇവിടെ വന്ന് കുറെ സിറിഞ്ചുകൾ പെറുക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ സിറിഞ്ചുണ്ട്. അത് പ്രശ്നേഷിനെ വീണ്ടും പ്രശ്നേഷിന്റെ എന്താണ് ഗായ്സ് ഇവിടെ ബീച്ചിൽ കുറെ ആൾക്കാരുണ്ട്. ഗായ്സ് ഞങ്ങൾ ബീച്ച് ഇറങ്ങാൻ പോകാം. ഒറ്റ മൈൻഡ് കളിക്കണം അല്ല കുളിക്കണം. ഡൽഹിക്ക് ഏത് പെണ്ണ് സെറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറെ ബല എന്ന് പറയുന്നത്.
എടാ ഇനിയും കിട്ടണ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മളെ ഇന്നത്തെ കുളി ഇതാ നമ്മളെ പ്രസ്റ്റേഷന്റെ ബീച്ചില് കേട്ടോ. നമ്മളിവിടെ ഉണ്ട്, ഞാനുണ്ട്. കണ്ടോ നമ്മളെ സാലി ഉണ്ട്. എപ്പോഴും എല്ലാവരും ചോദിക്കും സാലി എവിടെ. സാലിയാണിത്. അപ്പോ ഇത് ഉണ്ണിക്കണ്ണൻ സാലി ഉണ്ണിക്കണ്ണൻ മംഗൾ ഡാമാണ്. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ചാനലിന്റെ പേരാണ് ഗെയിമർ സാലി. പക്ഷെ അതിൽ സബ്സ്ക്രൈബേഴ്സ് ഇതിനെക്കാട്ടി ഉണ്ട്. എനിക്ക് 116 ഉള്ളൂ കാഴ്ച. ഞാൻ ഈ വീഡിയോ 116 ഉള്ളൂ. പക്ഷെ ഇപ്പോൾ എനിക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നു. ഇന്റർവ്യൂ വരുമ്പോ അസ്താഫുറുല്ലാഹ് മെഹറിന്റെ കൂടെ ഞാനും റിൻഷി ഉണ്ടാവും. അതന്നെ. ഓക്കെ. അപ്പൊ ഞാൻ ഇന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നെ വിളിക്കുമ്പോ ബെനി വിളിക്കാനാണ്. അപ്പൊ മെഹറാജ് കാണാണെങ്കിൽ ഒരു കാര്യം ആലോചിച്ചോ, ഇനിയും വിളിച്ചോ ബെനി വിളിച്ചോ കേട്ടോ. ഞങ്ങൾ വരും, വേറെ വർത്താനില്ല. വരും. എന്നിട്ട് എന്താ ഉണ്ണിക്കണ്ണനെ കാണും. ഉണ്ണിക്കണ്ണനെ ഞാൻ ആരാന്നറിയാൻ വെച്ചാൽ വീണ്ടും സാരി വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ അവന്റെ വീഡിയോയിൽ വരുന്നത് എന്തിനാ വെച്ചാൽ മൈൽ സ്റ്റോണിന്റെ ഇന്റർവ്യൂക്ക് വേണ്ടിയാണ്. ഇവൻ വരുന്നത് മനസ്സിലായി. മൈൽ സ്റ്റോൺ വെറൈറ്റിന്റെ ഇന്റർവ്യൂ ആണ്. മെഹർ അടുത്ത ഇന്റർവ്യൂ. എനിക്ക് മെഹർ ഭയങ്കര ഇഷ്ടം. മെഹർ നേരിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. എനിക്കും ഇഷ്ടമല്ല മെഹറിന്, എനിക്കും ഇഷ്ടമില്ല. പക്ഷെ മെഹറിന്റെ ഒപ്പം ഇരിക്കാൻ സൂപ്പറായിരുന്നു. നമ്മൾ ഒപ്പം ഇരിക്കാൻ ഇവർക്ക് ഇഷ്ടമാണ്. ഇന്റർവ്യൂവിന് ഒപ്പം ഇരിക്കാൻ. പക്ഷെ എനിക്ക് ഓപ്പോസിറ്റ് ഇരിക്കാനും ഇഷ്ടം കേട്ടോ വേറെ. അപ്പൊ എന്തായാലും നീ നമുക്കൊന്ന് കാണാം കേട്ടോ. ഞങ്ങൾ ഇന്റർവ്യൂ എടുത്ത് 1 മില്യൺ അടിച്ചു. പിന്നെ ഇതൊക്കെ നമ്മൾ എടുക്കുമ്പോ ബെങ്കു ഇവിടെ കയറിട്ട് കണക്കൊണൊക്കെ പറയണ്ടേ. പക്ഷെ നോക്കണ്ട, ബെങ്കുവിനെ നമുക്ക് വേണ്ട കേട്ടോ. ബെങ്കു ഇവർക്ക് എന്തൊക്കെ ചെയ്യാണ്. അപ്പൊ നമ്മള് ബീച്ചിൽ ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്ത് പോയി ഫുഡ് ഡെസ്റ്റിനേഷൻ ആണ്. ഫുഡ് നമ്മൾ കഴിക്കുന്നു. അടിപൊളി ഫുഡ്. ആലപ്പുഴ 10 രൂപ കിട്ടുമെന്ന് അന്വേഷിച്ചടക്കാൻ പോവാണ് നമ്മൾ ഫുഡ് ബ്ലോഗർ ആയിട്ടല്ല. ശ്രീകുമാർ ചേട്ടൻ പറഞ്ഞ പോലെ ഫുഡ് ബ്ലോഗർ ആയതുകൊണ്ടല്ല. മാക്സിമം ഞങ്ങൾ എങ്ങനെ ബജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് അറേഞ്ച് ചെയ്യാന്നുള്ള ആ ഇതിലാണ്. അസ്ലമോയമിന്റെ ഒരു വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസർ ആയതാണ് ഞാൻ കേട്ടോ. ഇന്നത്തെ ബഡ്ജറ്റ് വെറും 100 രൂപ. എണ്ണ പൈസ 150 റുപ്യക്കാണ് നമ്മൾ ഉടനെ എണ്ണ അടിച്ചുള്ളത്. എന്റെ വണ്ടി 50 രൂപ എണ്ണ അടിച്ചുള്ളത്. ഫുൾ വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ വരുന്നത് വരെ കഴിഞ്ഞില്ല. ഇപ്പൊ വരാം. ഒരു സാധനം കൂടി ഉണ്ട്. എന്തിനാണ് മക്കളെ നിങ്ങൾ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നത്? ഇതുപോലെ നിങ്ങൾ എൻജോയ് ചെയ്യോ.